കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടാൻ ശ്രമിച്ച് പിടിയിലായ ഗോവിന്ദച്ചാമിയെ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. ഏകാന്ത തടവിലാണ് ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കുക. റാഫി കരീം തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. റാഫി, കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷ എന്ന വാക്കൊക്കെ തമാശയാക്കിക്കൊണ്ട് അവിടെ നിന്ന് ചാടിയ പ്രതിയാണ് ഗോവിന്ദച്ചാമി. ഇനി അത്തരത്തിലൊരു സാഹസത്തിന് മുതിരാതിരിക്കാൻ എന്തൊക്കെയാണ് വിയ്യൂരിൽ ഒരുക്കിയിരിക്കുന്നത്? എന്തൊക്കെ ക്രമീകരണം? സുഹൈൽ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയ ഗോവിന്ദച്ചാമി വിയ്യൂരിലെത്തുമ്പോൾ കണ്ണൂരിൽ സംഭവിച്ചത് വിയ്യൂരിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് പ്രധാനമായും ഒരുക്കിയിരിക്കുന്നത്. വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ ഏകാന്ത സെല്ലിലാണ് ഗോവിന്ദച്ചാമിയെ താമസിപ്പിച്ചിരിക്കുന്നത്. ഗോവിന്ദച്ചാമി മാത്രമായിരിക്കും ആ സെല്ലിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഈ ഗോവിന്ദച്ചാമിക്ക് താമസിക്കുന്ന സെല്ലിന് പുറത്ത് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അധികൃതരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 24 മണിക്കൂറും CCTV നിരീക്ഷണമുണ്ട്. ഒപ്പം തന്നെ ഗോവിന്ദച്ചാമിക്ക് ഇപ്പോൾ സെല്ല് അനുവദിച്ചിരിക്കുന്നത് ഈ നിരീക്ഷണത്തിലുള്ള ഉദ്യോഗസ്ഥർ, അതായത് ഈ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ റൂമിന് സമീപത്തുള്ള സെല്ലാണ് ഗോവിന്ദച്ചാമിക്കായി ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ സെല്ല് ഒരുക്കുന്നതിലൂടെ പൂർണ്ണ സമയവും CCTVക്ക് പുറമെ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണവും ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഗോവിന്ദച്ചാമിയെ താമസിച്ചിരിപ്പിക്കുന്ന അതീവ സുരക്ഷാ ജയിൽ 700 മീറ്റർ ചുറ്റളവിലാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. 10 അടിയിലധികം ഉയരത്തിൽ മതിലും അതിനു മുകളിൽ കമ്പിവേലിയും ഈ ജയിലിൽ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ 125 തടവ് പുള്ളികളാണ് ഈ ജയിലിലുള്ളത്. അത് കേരളത്തിലെ കൊടും കുറ്റവാളികളാണ്. അതിനു പുറമെ 126ാമത്തെ ആളായിട്ടാണ് ഗോവിന്ദച്ചാമി വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് എത്തിയിരിക്കുന്നത്. ഫുഡിന് പോലും, അതായത് ഭക്ഷണം കഴിക്കാൻ പോലും ഗോവിന്ദച്ചാമി പുറത്തിറങ്ങേണ്ടതില്ല എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഗോവിന്ദച്ചാമിക്കുള്ള ഭക്ഷണം പോലും സെല്ലിനകത്ത് നൽകുന്ന രീതിയിലുള്ള ക്രമീകരണം കൂടി ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും കണ്ണൂരിൽ സംഭവിച്ചതുപോലെ ഒരു ജയിൽ ചാട്ടം വിയ്യൂരിൽ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങളും വിയ്യൂരിലെ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ഗോവിന്ദച്ചാമിയെ 12 മണിയോടുകൂടിയാണ് വിയ്യൂരിലേക്ക് എത്തിച്ചത്. രാവിലെ 7:30-ക്കായിരുന്നു കണ്ണൂരിൽ നിന്ന് പ്രത്യേക സംഘം ഗോവിന്ദച്ചാമിയുമായി വിയ്യൂരിലേക്ക് യാത്ര തിരിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതീവ സുരക്ഷാ സെല്ലിലായിരുന്നെങ്കിലും ഈ കണ്ണൂരിൽ സഹതടവകരോട് മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരുന്ന ഗോവിന്ദച്ചാമിനെ ഒറ്റയ്ക്ക് ഏകാന്തനായ സെല്ലിലിരിക്കണം, ഭക്ഷണത്തിന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലായിരിക്കും ഒരു ബുദ്ധിമോശം കാണിച്ചതോടെ ഗോവിന്ദച്ചാമി എത്തിയിരിക്കുന്നത്.